വെൽക്കം ടു ജയ്ലേൺ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ ആം ജയറാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതെങ്ങനെ പറയും? ഞാൻ ഉറങ്ങാൻ പോകുന്നു, ഉറങ്ങാൻ പോവുകയാണ് എന്നെങ്ങനെ പറയും? അപ്പം ഞാൻ പോകുന്നു എന്ന് പറയാനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഐ ആം ഗോയിങ് എന്ന് പറയും. ഉറങ്ങാൻ എന്നെങ്ങനെ പറയും? ഉറങ്ങുക എന്നുള്ളത് സ്ലീപ്പാണെന്ന് നമുക്കറിയാം. ഉറങ്ങുക സ്ലീപ്പാണ്. അപ്പോൾ ഐ ആം ഗോയിങ് ഞാൻ പോവുകയാണ്, ഐ ആം ടീച്ചിങ് ഞാൻ പഠിപ്പിക്കുകയാണ്, അല്ലെ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഗോയിങ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഉറങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറയാൻ ഐ ആം ഗോയിങ് എന്ന് പറയാം. പക്ഷേ ഉറങ്ങാൻ എന്നുള്ളതിന് സ്ലീപ്പ് മതിയോ? അതാണ് ഞാനിവിടെ ചോദ്യചിഹ്നം ഇട്ടിരിക്കുന്നത്. ഉറങ്ങാൻ എന്നുള്ള രീതിയിലേക്ക് സ്ലീപ്പിനെ എങ്ങനെ മാറ്റാം? ഐ ആം ഗോയിങ് സ്ലീപ്പ് എന്നുള്ളത് തെറ്റാണ്. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ് ആണ് നമുക്ക് വേണ്ടത്. ടു സ്ലീപ്പ്. അപ്പോൾ ഏതൊരു ക്രിയയും അത് ചെയ്യാൻ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചേർക്കണം? ടു ചേർക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് നമ്മൾ അതാണ് നോക്കുന്നത്. ടു പ്ലസ് വെർബ്. ഓക്കെ, ടു പ്ലസ് വെർബ്. ടു ഡു, ടു പ്ലേ, ടു വാച്ച്. ഐ ആം ഗോയിങ് ടു പ്ലേ ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ടു പ്ലസ് വെർബ്. ടു ഗോ, ടു ഡു, ടു പ്ലേ. ഓക്കെ, ഐ ലൈക്ക് എനിക്കിഷ്ടമാണ്. ക്രിക്കറ്റ് കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളത് പ്ലേ ക്രിക്കറ്റ് ആണ് നമുക്കറിയാം. കളിക്കാൻ എന്നുള്ള രൂപത്തിലേക്ക് അതിനെ എങ്ങനെ മാറ്റും? അപ്പോൾ ഐ ലൈക്ക് പ്ലേ ക്രിക്കറ്റ് അല്ല, ഐ ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ്. അതാണ് ടു പ്ലസ് വെർബിന്റെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ ആ ക്രിയ ചെയ്യാൻ എന്നുള്ള രൂപത്തിലേക്ക് അതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ക്രിയയാണല്ലോ. ഗോ, ഡു, പ്ലേ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ക്രിയകളാണ്. ആ ക്രിയ ചെയ്യാൻ, ഐ എം ഗോയിങ് ടു സ്ലീപ്പ്, സ്ലീപ്പ് ക്രിയയാണ്. ആ ക്രിയ ചെയ്യാനായിട്ട് എന്ന് പറയണമെങ്കിൽ ടു ചേർക്കണം. ഐ ആം ഗോയിങ് ഞാൻ പോവുകയാണ് ടു പ്ലേ ക്രിക്കറ്റ്. ഐ ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ്. ഡോണ്ട് ഗോ ടു പ്ലേ ക്രിക്കറ്റ്. പോകരുത്. എന്തിന്? ടു പ്ലേ ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിക്കാൻ പോകരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ക്ലാസ്. വളരെ ചെറിയൊരു ക്ലാസ് ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും ഡൗട്ട് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇപ്പോൾ ടു പ്ലസ് വെർബ് നോക്കൂ. ഇത് സെൻറ്റൻസിൻ്റെ ഏതൊരു ഭാഗത്തും വരാം. ദിസ് ബുക്ക് ഈസ്, ഈ ബുക്കാണ്. ഈസി, ഈസി ആണ്. എന്തിനാണ്? ടു റീഡ്, വായിക്കാൻ. വായിക്കാൻ ഈസിയാണ്. ദിസ് ബുക്ക് ഈസ് ഈസി ടു റീഡ്. ഐ കെയിം ഹിയർ, ഐ കെയിം ഹിയർ ഞാനിവിടെ വന്നു. വന്നു, കം വരിക, കെയിം വന്നു. ഐ കെയിം ഹിയർ ഇവിടെ ഞാൻ വന്നു. എന്തിനാണ്? ടു ടീച്ച്, ടീച്ച് ചെയ്യാൻ. അപ്പൊ ഏത് ക്രിയയായാലും ആ ക്രിയ ചെയ്യാൻ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ടു കൂടെ ചേർത്താൽ മതി. ഐ കെയിം ഹിയർ ടു ടീച്ച്, പഠിപ്പിക്കാൻ വന്നു. ഗിവ് മീ എനിക്ക് തരൂ. ഗിവ് മീ എ ബുക്ക്, ഒരു ബുക്ക്. എന്തിനാണ്? ടു റീഡ്, വായിക്കാൻ. വായിക്കാൻ എനിക്കൊരു പുസ്തകം തരൂ. വായിക്കാൻ റീഡാണെന്ന് നമുക്കറിയാം. വായിക്കുക എന്നുള്ളത് റീഡാണ്. വായിക്കാൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റണമെങ്കിൽ ടു റീഡ്, ആ ക്രിയ വായിക്കുക, ചെയ്യാൻ, വായിക്കാൻ. അങ്ങനെ ഓർത്താൽ മതി. വായിക്കുക റീഡ്, വായിക്കുക ചെയ്യാൻ, അതായത് വായിക്കാൻ. എന്താണ്? ടു റീഡ്. അവർ വിഷ്, ഞങ്ങളുടെ വിഷ്. വിഷ് എന്നുള്ള എന്താണ്? ആഗ്രഹം. അവർ ഞങ്ങളുടെ, ഞങ്ങളുടെ ആഗ്രഹം ഈസ് ആണ്. എന്താണ്? ടു ലിവ്, ജീവിക്കാൻ. ടു ലിവ്, ജീവിക്കാൻ. ഹാപ്പി, ഹാപ്പിലി. ഹാപ്പിലി എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട്. ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം. ഹാപ്പിലി സന്തോഷത്തോടെ, സന്തോഷമായിട്ട്. അപ്പോൾ അവർ വിഷ് ഈസ് ടു ലിവ് ഹാപ്പിലി. അവർ വിഷ് ഈസ് ലിവ് ഹാപ്പിലി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അവർ വിഷ് ഈസ് ജീവിക്കുക സന്തോഷമായിട്ട് എന്നായി. ജീവിക്കാൻ, സന്തോഷമായിട്ട് ജീവിക്കാനാണ് ഞങ്ങളുടെ വിഷ്. ആ ജീവിക്കാൻ, ആ ആൻ എന്നുള്ളത് വരണമെന്നുണ്ടെങ്കിൽ, അത് ചെയ്യാൻ എന്ന് വരണമെന്നുണ്ടെങ്കിൽ വെർബിൻ്റെ ഒപ്പം ടു കൂടി ചേർക്കുക. എന്നാൽ ചില ക്രിയകൾക്ക് ശേഷം ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് 3 സന്ദർഭങ്ങളിലാണ് നമ്മളിത് ഉപയോഗിക്കാൻ പാടില്ലാത്തത്. ഇപ്പൊ സീ, ഹിയർ, എന്താണ്? ടേസ്റ്റ്, ഫീൽ, നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ശേഷം നമ്മൾ ഈ ടു പ്ലസ് വെർബ് ഉപയോഗിക്കേണ്ട. വെറുതെ വെർബ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെന്റൻസ് നിങ്ങൾ നോക്കൂ. എന്താണ്? അവൻ എന്നോട് പറഞ്ഞു ടു ഗോ. എൻ്റെ അർത്ഥം എന്താണ്? അവൻ എന്നോട് പറഞ്ഞു. ഹി ടോൾഡ് മീ. ഹി ടോൾഡ് മീ. പോകാൻ, ടു ഗോ.
ഹി ടോൾഡ് മീ ടു സിങ് എന്ന് പറഞ്ഞാൽ എന്താ? പാടാൻ. ഹി ടോൾഡ് മീ ടു സിങ്. ഓക്കെ. ഫാദർ ടോൾഡ് മീ പഠിക്കാൻ. ടു സ്റ്റഡി. ഓക്കെ. ദ ടീച്ചർ ടോൾഡ് മീ ടു കംപ്ലീറ്റ് മൈ ഹോംവർക്ക്. ടീച്ചർ എന്നോട് പറഞ്ഞു എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ടു കംപ്ലീറ്റ്. കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിലേക്ക് നമുക്കതിനെ മാറ്റാം. ഫാദർ ടോൾഡ് മീ ടു ഗോ ടു സ്ലീപ്പ്. ഫാദർ എന്നോട് പറഞ്ഞു ടു ഗോ ടു സ്ലീപ്പ്. ഉറങ്ങാൻ, പോകാൻ പറഞ്ഞു. രണ്ട് രീതിയിൽ നമുക്കത് രണ്ട് തവണ അത് പറഞ്ഞു. ഫാദർ ടോൾഡ് മീ ടു ഗോ, പോകാൻ. എന്തിന്? ടു സ്ലീപ്പ്. ടു ഗോ ടു സ്ലീപ്പ്. അല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ ടു പ്ലസ് വെർബ് ഇതാണ്. എന്നാലും ചില ക്രിയകൾക്ക് ശേഷം ഈ ടു പ്ലസ് വെർബ് ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് വെറുതെ വെർബ് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ടു പ്ലസ് വെർബ് ഉപയോഗിക്കാൻ പാടില്ലാത്ത അവസരങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. എപ്പോഴാണ്? ആഫ്റ്റർ മൊഡാൽ വെർബ്. മൊഡാൽ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. മറ്റൊരു വെർബിന്റെ സഹായമായിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ. യു ക്യാൻ സിങ്. യു ക്യാൻ സിങ്. ക്യാൻ എന്നുള്ളത് എന്താണ്? കഴിവാണ്, കഴിയും. എന്താണ്? കഴിയും എന്ന് മാത്രം പറഞ്ഞാൽ അർത്ഥമാവില്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നല്ലേ നമ്മൾ പറയാം. യു ക്യാൻ സിങ്. നിനക്ക് പാടാൻ കഴിയും. യു ക്യാൻ സ്കോർ ഗുഡ് മാർക്സ്. നിനക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ കഴിയും. യു ക്യാൻ. യു ക്യാൻ എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് അർത്ഥം കംപ്ലീറ്റ് ആവില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു കോണ്ടെക്സ്റ്റ് വേണം, എന്നാലേ മനസ്സിലാവുള്ളൂ. നിനക്ക് കഴിയും. എന്ത് കഴിയും? യു ക്യാൻ സിങ്. അപ്പോൾ ഈ മൊഡാൽ വെർബുകൾ എപ്പോഴും മറ്റൊരു ക്രിയയുടെ സഹായമായിട്ടാണ് വരുന്നത്. അപ്പോൾ ക്യാൻ്റെ ഒപ്പം നോട്ട് ചേർത്ത നെഗറ്റീവായി. യു കനോട്ട് സിങ്. നിനക്ക് പാടാൻ കഴിയില്ല. യു കനോട്ട് ലീവ്. നിനക്ക് പോകാൻ കഴിയില്ല. അത് മറ്റൊരു അർത്ഥത്തിൽ കഴിയില്ല എന്നും കൂടെ നമുക്ക് അതേപോലെ തന്നെ പറയാം. പോകാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ പറയാം. ഓക്കെ. അതുപോലെ തന്നെയാണ് വിൽ. ഓക്കെ. യു വിൽ ഗെറ്റ് ഇറ്റ്. നിനക്കത് കിട്ടും. യു മസ്റ്റ് കം. മസ്റ്റ് ആയിട്ടും നമ്മൾ മലയാളത്തിൽ തന്നെ മസ്റ്റ് എന്ന് ഉപയോഗിക്കാറുണ്ട് അല്ലേ? യു മസ്റ്റ് കം. അപ്പോൾ യു മസ്റ്റ് കം എന്നുള്ളതിൽ എന്താണ്? മസ്റ്റിൽ നിന്ന് ശേഷം ടു നമ്മൾ ചേർക്കില്ല. യു മസ്റ്റ് ടു കം എന്ന് പറയണ്ട. യു മസ്റ്റ് കം. ക്യാൻ. യു ക്യാൻ സിങ്. യു ക്യാൻ സിങ്. നിങ്ങൾക്ക് സിങ് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് പാടാൻ കഴിയും എന്ന് പറയുമ്പോൾ യു ക്യാൻ ടു സിങ് എന്ന് വേണ്ട. സിങ് പാടുക. പാടാൻ എന്നാക്കാനായിട്ട് ടു വേണ്ട. കാരണം ക്യാൻ ഉണ്ടെങ്കിൽ ടു പ്ലസ് വെർബ് നമ്മൾ ഉപയോഗിക്കില്ല. യു ക്യാൻ സിങ്. യു ക്യാൻ സ്കോർ ഗുഡ് മാർക്സ്. യു ക്യാൻ ടു സ്കോർ അങ്ങനെ വേണ്ട. യു ക്യാൻ സ്കോർ എന്ന് മതി. ആഫ്റ്റർ വെർബ്സ് ഓഫ് പെർസെപ്ഷൻ. പെർസീവ് ചെയ്യുക. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്? ഐസൈറ്റ് അല്ലേ? സീ, ഹിയർ, ടേസ്റ്റ്. അപ്പം അങ്ങനെയൊക്കെയുള്ള വാക്കുകൾക്ക് ശേഷം വരുന്ന ക്രിയയോടൊപ്പം നമുക്ക് ടു ചേർക്കേണ്ട ആവശ്യമില്ല. ഐ സോ ഹിം റൺ. ഐ സോ ഹിം. ടു റൺ എന്ന് വേണ്ട. ഐ സോ ഹിം റൺ എന്ന് മതി. സി സോ. സി കാണുക. സോ കണ്ടു. ഐ സോ ഹിം. ഞാൻ അവനെ കണ്ടു. റൺ ഓടുന്നതായിട്ട് കണ്ടു. ആഫ്റ്റർ വെർബ്സ് ലൈക്ക് മേക്ക്, മേക്ക്, ലെറ്റ് എന്നീ വെർബ്സിന് ശേഷവും നമുക്ക് എന്ത് വേണ്ട? നമുക്ക് ഈ ടു പ്ലസ് വെർബ് വേണ്ട. ഓക്കെ. അപ്പോൾ ബേസിക്കലി ഇതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ടു പ്ലസ് വെർബ് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് സെൻറ്റൻസ് മുറിഞ്ഞു പോകുന്നത് ആ ഒരു കറക്റ്റ് വാക്ക് കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കറക്റ്റ് യൂസേജ് കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇൻഫിനിറ്റീവ് എന്നാണ് ഇതിനെ പറയുക. ടു ഇൻഫിനിറ്റീവ്. ബുക്ക് ഈസ് ഈസി ടു റീഡ്. വായിക്കാൻ എളുപ്പമാണ്. ബുക്ക് ഈസ് ഈസി റീഡ് എന്നല്ല നമ്മൾ പറയാം. ദ ബുക്ക് ഈസ് ഈസി. ഈസി ആണ്. എന്തിന്? വായിക്കാൻ. വായിക്കുക റീഡാണ്. വായിക്കാൻ എന്നാക്കണമെങ്കിൽ ടു റീഡ്. അപ്പോൾ വെർബിൻ്റെ ഒപ്പം ടു ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് പോകാൻ പറ്റും. ഐ കെയിം ഹിയർ ടു ടീച്ച്. പഠിപ്പിക്കാൻ ആയിട്ട് വന്നു. ഓക്കെ. അപ്പോൾ ടു പ്ലസ് വെർബാണ്. എല്ലാ വെർബിൻ്റെ ഒപ്പം നമുക്കിത് ചേർക്കാം. ആ വെർബ് ചെയ്യാൻ എന്നുള്ള രീതിയിലേക്ക് മാറും. ഓക്കെ. അപ്പോൾ ഐ ആം ഗോയിങ് ടു സ്റ്റഡി. ഞാൻ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഞാൻ പോകുന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം ഗോയിങ് എന്നാണ് നമുക്കറിയാം. ഐ ആം ഗോയിങ്. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, പോകുന്നു. ഉറങ്ങാൻ എന്നാക്കണമെങ്കിൽ ഐ ആം ഗോയിങ് ടു സ്ലീപ്പ് എന്ന് എഴുതണം. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് ടു പ്ലസ് വെർബ് എന്ന് പറയുന്ന ഒരു ഫോമിനെ പറ്റിയിട്ടാണ്. സോ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജയിലേണിൻ്റെ പുതിയ ബാച്ച് എല്ലാ വെള്ളിയാഴ്ചയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ
ഒരു അധ്യാപകൻ്റെ ഒപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും ഇതുപോലെയുള്ള വീഡിയോ ക്ലാസ്സുകളിലൂടെയും പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ചെറിയൊരു ഫീസ് മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇതുപോലെയുള്ള വീഡിയോ ക്ലാസ്സുകൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓരോ ദിവസവും കാണാം. അതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് ലൈവ് ക്ലാസ്സുകളിലൂടെ പഠിക്കാം. ഇപ്പോൾ ലൈവായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ സംസാരിച്ച് പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ ധാരാളം 1 മണിക്കൂർ സമയം ഇംഗ്ലീഷ് കേൾക്കുന്നു, 1 മണിക്കൂർ സമയം ഇംഗ്ലീഷ് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രക്രിയ ചെയ്യുകയാണെങ്കിൽ, എല്ലാ ദിവസവും നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ, ഇംഗ്ലീഷ് കേൾക്കുകയും പറയുകയും ചെയ്യുകയാണ് എങ്കിൽ, അതുപോലെ തന്നെ ഇതുപോലെ ഗ്രാമർ, അതിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ക്ലാസ്സുകൾ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഇപ്പോൾ ഉള്ളത് 1 മാസത്തെ കോഴ്സാണ്. നമ്മൾ അടിസ്ഥാനം തൊട്ട് പഠിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ 8 മണിയുടെ ബാച്ച് ഉണ്ട്, 7 മണിയുടെ ബാച്ച് ഉണ്ട്, 9 മണിയുടെ ബാച്ച് ഉണ്ട്. രാത്രി സമയങ്ങളിലാണ് 1 മണിക്കൂർ ഉള്ള ബാച്ചാണ്. അപ്പോൾ ഗ്രൂപ്പ് ക്ലാസ്സുകളാണ്, ചെറിയ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ അധ്യാപകൻ്റെ ഒരു പേഴ്സണൽ അറ്റൻഷനും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളുടെ അസൈൻമെൻറ്റും ഉണ്ടായിരിക്കും. അസൈൻമെൻറ്റ് നിങ്ങൾ ട്രെയിനറായിട്ട് ചെയ്യേണ്ടതുണ്ട്. വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം, വീഡിയോ ക്ലാസ്സുകൾ മാത്രമായിട്ട് എടുക്കാം. അതിനും ഉള്ള ഡീറ്റെയിൽസ് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഗ്രൂപ്പ് ക്ലാസ്സുകളുണ്ട്, വീഡിയോ ക്ലാസ്സുകളുണ്ട്. കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.